അല്ലു അർജുൻ നായകനായി അഭിനയിച്ച നമ്മുടെ ഹാപ്പി എന്ന സിനിമയുടെ 4K ക്വാളിറ്റി പടത്തിന്റെ റീ റിലീസ് കളക്ഷൻ പരിശോധിക്കാം ആദ്യ ദിവസത്തെ. അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ ഫിലിപ്പ് ചാനൽ ഹാപ്പി. നമ്മുടെ അല്ലു അർജുൻ നായകനായിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് ഹാപ്പി എന്ന സിനിമ. ഇതിന്റെ 4K റീവേർഷൻ. എന്തായാലും പടത്തിന് ഹൈ ക്വാളിറ്റി റിലീസ് ഇന്നലെയാണ് വന്നത്. പെയ്ഡ് പ്രീമിയർ ഷോസ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ തന്നെയായിട്ട് ഓൾമോസ്റ്റ് കേരളത്തിലെ സിനിമയ്ക്ക് 29 ലക്ഷമാണ് സിനിമയിൽ പെയ്ഡ് പ്രീമിയർ ഷോസ് ഉൾപ്പെടെയായിട്ട് പടത്തിന്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പടം എന്തായാലും നമ്മുടെ തെലുങ്ക് റിലീസിലെ തന്നെ റീ റിലീസിലെ ലിസ്റ്റിൽ നമ്മുടെ ബാഹുബലി സിനിമയെ തൊട്ട് പിന്നാലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാഹുബലി സിനിമയ്ക്ക് 31.40 ലക്ഷമാണ് റീ റിലീസ് കളക്ഷൻ ബാഹുബലി എന്ന സിനിമയ്ക്ക്. എന്തായാലും തൊട്ട് പിന്നാലെ തന്നെ നിൽക്കുന്നുണ്ട് 29 ലക്ഷമായിട്ട് ഹാപ്പി 4K വേർഷൻ. ഇനി സിനിമയുടെ തെലുങ്ക് പകർപ്പ് 83 ലക്ഷമാണ് നേടിയെടുത്തത്. സിനിമയുടെ തെലുങ്ക് സ്റ്റേറ്റിൽ മാത്രം 79 ലക്ഷം. നമ്മുടെ കേരളത്തിലെ തന്നെ ടോപ്പ് റീ റിലീസ് ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമേനെ പോലും തൊടാൻ സാധിച്ചില്ല. പക്ഷെ നമ്മുടെ മമ്മൂക്കിയുടെ വെള്ളിയേട്ടൻ സിനിമേന്റെ കളക്ഷൻ മറികടന്നു. വെള്ളിയേട്ടൻ സിനിമയ്ക്ക് 23 ലക്ഷമായിരുന്നു ഓപ്പണിങ്. ആ ഒരു കളക്ഷൻ മറികടന്ന് നമ്മുടെ ഹാപ്പി 4K ഓൾമോസ്റ്റ് 29 ലക്ഷമായിട്ട്. തൊട്ട് മുന്നിൽ തന്നെയായിട്ട് ദേവദൂതൻ ഉണ്ട് 30 ലക്ഷമായിട്ട്. പിന്നെ ബാഹുബലി എപ്പിക്ക് 31 ലക്ഷമായിട്ട്. പിന്നെ ചോട്ട മുംബൈ 37 ലക്ഷമായിട്ട്. പിന്നെ ഇൻഡസ്റ്റെല്ലാർ ഹോളിവുഡ് സിനിമയാണ് 38 ലക്ഷമായിട്ട്. പിന്നെ അവതാർ ഉണ്ട് 43 ലക്ഷമായിട്ട്. പിന്നെ ടോപ്പ് 3 ആണെങ്കിൽ പോലും നമ്മുടെ ലാലിട്ടൻ സിനിമ തന്നെയാണ്. മണിച്ചിത്രത്താഴ് 50 ലക്ഷം, രാവണപ്രഭു ഓൾമോസ്റ്റ് 73 ലക്ഷം, ടോപ്പ് 1 സ്ഫടികം. എന്തായാലും ലാലിട്ടൻ സിനിമകൾ തന്നെയാണ് കൂടുതൽ റീ റിലീസിലും തലപ്പത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഹാപ്പി സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ഫിലിപ്പ് ചാനൽ.